സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമ ഹൃദി തെളിഞ്ഞു വിളങ്ങുവാൻ സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണപദത്തിനായി കൊണ്ടിതാ വണങ്ങുന്നേൻ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അതാ സപ്താശീതി തമോധ്യായ. 87-ാമത്തെ അധ്യായത്തില് യോഗനിദ്രയിൽ കുടികൊള്ളുന്ന ഭഗവാനെ വേദങ്ങൾ സ്തുതിക്കുന്നതാണ്. അതായത് വേദസ്തുതി, അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സ്തുതിഗീത. അത് വേദസ്തുതി തുടരുന്നു. 16 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 17-ാമത്തെ ശ്ലോകം. വേദസ്തുതി തുടങ്ങുന്നത് 14-ാമത്തെ ശ്ലോകം മുതലാണ് തുടങ്ങുന്നത്. നമ്മളതിൽ 14, 15, 16 വരെ പഠിച്ചു. ഇനി 17-ാമത്തെ ശ്ലോകമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ധൃതയൈവ ശ്വസന്ധ്യ സുപദോ യദി തേനുവിധ മഹദഹമാദയോ അണ്ഡമസൃജന്യതനുഗ്രഹത പുരുഷവിധോ അന്യയോത്ര ചരമോ അന്നമയാദിഷു യാ സദസദപരം ത്വമദയദേഷു അവശേഷമൃതം. ധൃതയ ഇവ ശ്വസന്തി അസുഹൃദഃ യദി തേ അനുവിധ മഹദ് അഹം ആദയഃ അണ്ഡ അസൃജൻ യത് അനുഗ്രഹതഃ പുരുഷവിദഃ അന്യയഃ അത്ര ചരമഃ അന്നമയാദിഷു യാ സദസദപരം ത്വമദ യദേഷു അവശേഷം ഋതം. ധൃതയ ഇവ ശ്വസന്തി അസുഹൃദോ. ധൃതയ, ധൃതയ എന്ന് പറഞ്ഞാൽ തോൽ കൊണ്ടുള്ള തുരുത്തി. അതായത് ഈ ഇരുമ്പ് ആലയില് തീ കൂടുതൽ കത്താൻ വേണ്ടി അവരെ ഒരു തോൽ കൊണ്ടുള്ള സഞ്ചിയിൽ കാറ്റ് നിറച്ചിട്ട് കാറ്റിനെ താഴ്ത്തി അങ്ങോട്ട് വിടും. പിന്നെ അതിൽ കാറ്റ് കയറും, പിന്നെയും കാറ്റിനെ അമർത്തി വിടും. അങ്ങനെ അപ്പൊ അവിടെ അതും ശ്വസിക്കുന്നു എന്ന് പറയാം. അപ്പൊ അതിനകത്തേക്ക്, ആ തോൽ സഞ്ചിക്കകത്തേക്ക് കാറ്റ് വരികയും കാറ്റ് പോവുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലും അങ്ങനെയാണല്ലോ. കാറ്റ് ഉള്ളിലോട്ട്, വായു ഉള്ളിലേക്ക് കയറുകയും ഉള്ളിൽ നിന്നും പുറത്തു പോവുകയും ചെയ്യുന്നു. പക്ഷേ നമുക്ക് ജീവനുണ്ട്. ഈ തോൽ സഞ്ചിക്ക് ജീവനുണ്ടോ? ഇല്ല. അതിന്റെ ഉള്ളിലും വായു അകത്തേക്കും പുറത്തേക്കും പോകുന്നു. ധൃതയ ഇവ ശ്വസന്തി. അപ്പൊ ഈ തോൽ കൊണ്ടുള്ള തുരുത്തികൾ പോലെ ആണ് ആര്? അസുഭൃതക യതിതേ അനുവിധ. അസുഭൃതക മനുഷ്യൻ. അസു എന്ന് വെച്ചാൽ പ്രാണൻ. പ്രാണൻ ധരിച്ചിരിക്കുന്ന മനുഷ്യൻ. തേ നിന്തിരുവടിയുടെ അനുവിധ ഭക്തന്മാരായിട്ട് ഭവന്തി ഭവിക്കുന്നില്ലെങ്കിൽ, ഭവന്തി യതി ഭവിക്കുന്നില്ലെങ്കിൽ, ശ്വസന്തി ശ്വസിക്കുന്നു അന്യത, അല്ലെങ്കിൽ ധൃത ഇവ ധൃതികൾ, ധൃതയഃ ഇവ ധൃതികൾ പോലെയാണ് ശ്വസിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരല്ലെങ്കിൽ മനുഷ്യരും ശ്വസിച്ചാലും ഏതുപോലെയാണ്? ഈ തോൽ കൊണ്ടുള്ള തുരുത്തി പോലെയായിരിക്കും. ശ്വസിക്കുന്നതേ ഉള്ളൂ, അത് മനുഷ്യൻ അല്ല. ഇത് ജീവനില്ലാത്ത വസ്തുവല്ലേ? ഏത്? ഈ ധൃതയ എന്ന് പറയുന്ന തോൽ കൊണ്ടുള്ള തുരുത്തി. അപ്പൊ അതിനകത്ത് വായു കയറും, വായു വെളിയിലേക്ക് പോകും. അതും അപ്പൊ നമ്മളെ പോലെ തന്നെ ശ്വസിക്കുന്നു എന്ന് പറയാം. പക്ഷേ അതിന് ജീവനുണ്ടോ? ഇല്ല. അപ്പൊ മനുഷ്യരും ഭഗവാനെ ഭജിച്ചില്ലെങ്കിൽ, ഭഗവാന്റെ ഭക്തന്മാരല്ലെങ്കിൽ അവരും
ഈ തോൽ സഞ്ചി പോലെ തന്നെ ഇരിക്കുന്നു എന്നാണ്. മഹത് അഹം ആദയോഹോ. മഹത് എന്ന് വെച്ചാൽ മഹത്തത്വം, അഹങ്കാരതത്വം. ഇവ യത് അനുഗ്രഹത, യാതൊരുവന്റെ അനുഗ്രഹ നിമിത്തം, അതായത് സൃഷ്ടി വരുമ്പോൾ മായയിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നതാണ് മഹത്തത്വം. അതിൽ നിന്നാണ് അഹങ്കാരതത്വം ഉണ്ടാകുന്നത്. പിന്നെയാണ് സാത്വികാഹങ്കാരം, താമസികാഹങ്കാരം, രാജസിക അഹങ്കാരമായി മാറുന്നത്. പിന്നെ അതിൽ നിന്ന് സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സും ഇന്ദ്രിയാധിഷ്ഠാന ദേവതയും വരും. പിന്നെ രാജസിക അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. അത് കഴിഞ്ഞിട്ട് താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ. ഇത് പലപ്പോഴും സൃഷ്ടിക്രമം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇതൊക്കെ ഉണ്ട്. ഇത് ആദ്യം ഉണ്ടാകുന്നു. ഉണ്ടായാൽ അവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അതിൽ പ്രവേശിക്കും. ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം അതെല്ലാം കൂടെ ചേർന്ന് എന്തായി മാറി? അണ്ഡം. അണ്ഡത്തെ അസൃജൻ സൃഷ്ടിച്ചു. പുരുഷവിദ, പുരുഷസ്വരൂപനായി, തത്ര അന്വയ, ഇവയിൽ ചേർന്നവനായി. അപ്പൊ ഈ അണ്ഡം ഇങ്ങനെ കാരണജലത്തിൽ 1000 സംവത്സരം കിടന്നു, എന്നിട്ടും അതിന് മാറ്റമില്ല. പിന്നെ ഭഗവാൻ വീണ്ടും പ്രവേശിച്ചപ്പോഴാണ് അത് വിരാട് പുരുഷനായി മാറിയത്. അപ്പൊ അത് പുരുഷവിധ, പുരുഷസ്വരൂപനായി, തത്ര അന്വയ, ഇവയിൽ ചേർന്നവനായി, അന്നമയാദിഷു, അന്നമയം മുതലായ കോശങ്ങൾ, അപ്പോൾ ഏതൊക്കെ കോശങ്ങളുണ്ട്? നമുക്ക് 5 കോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പുറമേ ഉള്ളത് ശരീരത്തോട് ചേർന്ന് അന്നമയ കോശം, പിന്നെ പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. അപ്പൊ ഇങ്ങനെ ഭഗവാൻ വീണ്ടും പ്രവേശിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ കോശങ്ങൾ, അപ്പോഴാണ് സൃഷ്ടി, വിരാട് പുരുഷൻ ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ ഇങ്ങനെ 5 കോശങ്ങൾ ഉണ്ടാകുന്നു. അത് ദേഹത്തിലുള്ളതാണ്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഇങ്ങനെ ഉള്ള പഞ്ചകോശങ്ങൾക്ക് ചൈതന്യത്തെ ഉണ്ടാക്കുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അങ്ങനെ അന്നമയ ആദിഷു, ഇങ്ങനെയുള്ള 5 കോശങ്ങളിൽ ചരമ ഒടുക്കത്തേവൻ യാതൊരുവനോ, അതായത് ഭഗവാൻ ആനന്ദമയനാണ്. സഹത്വം, അവനായിരിക്കുന്ന നിന്തിരുവടി, സദസത, സത്തിൽ നിന്നും അസത്തിൽ നിന്നും പരനായി, അത് അനന്തരം, യേശു, ഇവയിൽ അവശേഷം ശേഷിച്ചതായ ഋതം സത്യം, യത് യാതൊന്നോ തത് അസി, അത് അതായി ഭവിക്കുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനം ശേഷിക്കുന്നത് ഏതാണോ അതാണ് ഭഗവാൻ. അപ്പൊ ഇതെല്ലാം ഉണ്ടായി, അതായത് ചരാചരങ്ങളൊക്കെ ഉണ്ടായി, ഇതെല്ലാം ഓരോന്നും ഭഗവാന്റെ ചൈതന്യം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അവസാനം പ്രളയം വരുമ്പോഴോ ഇതെല്ലാം ഭഗവാനിൽ ലയിക്കും. പിന്നെ ആര് മാത്രമേ ശേഷിക്കുകയുള്ളൂ? ആ സത്യം മാത്രം, ബ്രഹ്മം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പൊ ഭഗവാനെ സേവിക്കാത്തവരുടെ ജന്മം നിഷ്ഫലമാണ്. അവർ ശവത്തിന് തുല്യമാണ്, ഈ തുരുത്തികൾ പോലെ ആണ്. ഉപകാരം ചെയ്തവരെ ഓർമ്മ വയ്ക്കാത്തവർ എങ്ങനെയാണ്? അവർ നന്ദിയില്ലാത്തവരാണ്. അതുപോലെയാണ്. അപ്പൊ നമ്മുടെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാന്റെ ചൈതന്യം വേണം. അപ്പൊ ഭഗവാൻ ഇങ്ങനെ നമുക്ക് ഈ ചൈതന്യം തന്ന് നമ്മുടെ ഓരോ അവയവങ്ങളെയും പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഉപകാരസ്മരണ വേണ്ടേ? എന്തെങ്കിലും നമ്മൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നവരോർക്ക് ഒരു നന്ദി വേണ്ടേ? ആ നന്ദിയാണ് ഭഗവാനെ സേവിക്കുക എന്ന് പറയുന്നത്. സേവിച്ചില്ലെങ്കിലോ നമ്മൾ ശവത്തിന് തുല്യമാണ്. അപ്പൊ ഉപകാരസ്മരണ ചെയ്യാത്തവർ ശവങ്ങളാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഗുരുസ്മരണയില്ലാത്തവര്, ഗുരു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ ഗുരുവിനെ മറന്ന് തോന്നിയാസം കാണിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെങ്ങനെയാണ്? കൃതജ്ഞരാണ്, ഒരു നന്ദിയില്ലാത്തവരാണ്. അപ്പോ ഈ മഹത്തത്വം, അത് അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ടായ സമയം ഓരോന്നിനും ജനിപ്പിക്കാൻ കഴിയുകയില്ല. ഭഗവാൻ അതിൽ പ്രവേശിച്ചാണ് ഈ അണ്ഡം ഉണ്ടായതും പിന്നെ ആ അണ്ഡം വിഭജിച്ചാണ് ഈ ലോകങ്ങള്, അതായത് ആദ്യം സമഷ്ടി വിരാട് പുരുഷൻ ഉണ്ടാകും,
പിന്നെ വെഷ്ടി രൂപമായ ലോകത്തെയും അതുപോലെ ദേഹത്തെയും സൃഷ്ടിച്ചതിന് സഹായിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭഗവാനെ മറക്കുന്നവർ ഉപകാരസ്മരണ ഇല്ലാത്തവരാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ഒന്നാണ്, അവരാണ് തോൽ കൊണ്ടുള്ള തുരുത്തിക്ക് തുല്യമാണെന്ന് ഭഗവാൻ പറയുന്നത്. ധൃതയൈവ ശ്വസന്ധ്യ സുഹൃതോ യതി തേനുവിധ മഹദഹമാദയോണ്ടമസൃജന്യതനുഗ്രഹത പുരുഷവിദോന്വയോത്ത ചരമോന്നമയാദിഷുയ സദസത്പരം ത്വമതയദേശവശേഷ ഇർദം. ഭഗവാനല്ല പറഞ്ഞത്, ഇതാര് പറയുന്നതാണ്? ശ്രുതി ദേവതകൾ പറയുന്നതാണ്. വേദത്തിന്റെ അധിഷ്ഠാന ദേവതകൾ പറയുകയാണ്. വേദസ്തുതിയാണിത്. അപ്പൊ ശ്രുതി ദേവതകളാണ് ഇത് പറയുന്നത്. ശ്ലോകം 18. ഉദരമുപാസതേയ ഋഷിവർമ്മസു കൂർപ്പദൃശ പരിസരപദ്ധതിം ഹൃദയമാരുണയോദകരം തത ഉദകാതനന്ദതവധാമശിരപരമം പുനരിഹയത് സമേത്യന പതന്തി കൃതാന്തമുഖേ. ഉദരമുപാസതേ യാ ഋഷിവർമ്മസു കൂർപ്പദൃശ. അപ്പൊ ഓരോരുത്തര്, ചിലവര് നമുക്ക് ആധാരമുണ്ടല്ലോ, ഓരോ ആധാരത്തിൽ വെച്ചാണ് ധ്യാനത്തിൽ ഏർപ്പെടുന്നത്. 6 ആധാരങ്ങളുണ്ട്. ഏതൊക്കെ? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, പിന്നെ അവസാനം ബ്രഹ്മരന്ധ്രം. അപ്പോ ഋഷിവർമ്മസു മുനി സമ്പ്രദായ പദ്ധതികളിൽ യാതൊരുത്തൻ കൂർപ്പദൃശ, കൂർപ്പം അതായത് കൽപ്പൊടി കണ്ണുകളിലുള്ളവരോ നല്ല കാഴ്ചയില്ലാത്തവര് അവർ ഉദരത്തെ മണിപൂരക ചക്രത്തെ ഉപാസതെ. അവര് ഉദരത്തിൽ, അതായത് നാഭിയിലാണ് മണിപൂരക ചക്രം. അപ്പൊ ആ മണിപൂരക ചക്രത്തിൽ ഭഗവാനെ ഉപാസിക്കുന്നു. ഇനി ആരുണികൾ എന്നുള്ള മുനികൾ എന്ന് പ്രസിദ്ധരായ, അതോ ഒരു പ്രത്യേക വർഗം മുനിമാരാണ് ആരുണികൾ. അവരാണെങ്കിലോ പരിസര പദ്ധതിയും പരിസരങ്ങളുടെ നാഡികളുടെ മാർഗത്തെ പ്രസരണസ്ഥാനമായ ഹൃദയം, അവര് ഹൃദയം, ദഹരം, ഹൃദയ ഗുഹയെ, അതായത് ഹൃദയം എന്ന് പറയുമ്പോൾ അനാഹത ചക്രമാണ്. അപ്പൊ അനാഹത ചക്രത്തിൽ ഭഗവാനെ ഉപാസിക്കുന്നു. അനന്തഹേ, നാശരഹിതനായുള്ളവനെ, തതഹ, അതിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, തവ നിന്തിരുവടിയുടെ പരമം ഉത്കൃഷ്ട സ്ഥാനമായ ശിരസിനെ, അതായത് ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ തലയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് ബ്രഹ്മരന്ധ്രം. അതായത് കൊച്ചുകുട്ടികൾക്കൊക്കെ നമുക്കറിയാം, തല ഇങ്ങനെ ഉച്ചിയിൽ ഇങ്ങനെ പതവിക്കും അല്ലെ, ചെറിയ ചെറിയ അനക്കം കാണും. ആ ഭാഗത്തെയാണ് ബ്രഹ്മരന്ധ്രം. അപ്പൊ ജീവൻ വരുന്നതും പോകുന്നതും ആ വഴിയാണെന്നാണ് പറയുന്നത്. വരുന്നത് ആ വഴി തന്നെ, പോകുന്നത് പലർക്കും പല ദിശയിൽ കൂടെയാണ്. അപ്പൊ അത് ഓരോരുത്തരുടെ ആ ഗുണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും, അല്ലെങ്കിൽ ഈ ധ്യാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അപ്പൊ അവർക്ക് ചില യോഗികൾക്ക് അതെവിടെ കൂടെ പോകും? ബ്രഹ്മരന്ധ്രത്തിൽ കൂടി പോകും. യാതൊന്നിനെ സമയത്തെ പ്രാപിച്ചിട്ട് പുനഃ ഇവിടെ കൃതാന്തമുഖ, അന്തകന്റെ മുഖത്തിൽ നിന്ന് പതന്തി, വീഴുന്നില്ല. അപ്പൊ ആ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി ആണ് ജീവൻ വരുന്നത്. അതുപോലെ അവിടെ കൂടെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ജനന മരണങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതായത് സംസാര ദുഃഖം പിന്നീട് ഉണ്ടാകുകയില്ല എന്ന് പറയുകയാണ്. അപ്പോ ഋഷി സമ്പ്രദായത്തിൽ സ്ഥൂലദർശികളായ ചിലർ ഉദരത്തിന്റെ കീഴ്ഭാഗത്ത്, അതായത് നാഭിയോട് ചേർന്ന മണിപൂരക ചക്രത്തിൽ ഈ ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ ധ്യാനിക്കുന്നു. അവരുടെ ഈ ആരംഭം ഹൃദയത്തിങ്കൽ സൂക്ഷ്മമായ വേറെ ഒരു തേജരൂപത്തെ കണ്ടിട്ട് അവിടേക്ക് മനസ്സിനെ സഞ്ചരിപ്പിക്കാൻ വേണ്ടി മണിപൂരക ചക്രത്തിൽ ആദ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് നിശ്ചയിക്കുന്നതിന് വിരോധമില്ല. ചിലർ മണിപൂരക ചക്രത്തിൽ നിന്ന് പിന്നെ അത് മുകളിലോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ്. പിന്നെ ആരുണികളാണെങ്കിൽ എവിടെയാണ്? അവര് അനാഹത ചക്രം, ഹൃദയചക്രത്തിലാണ് ഭഗവാനെ ധ്യാനിച്ചിട്ട്, എന്നിട്ട് ഓരോ ചക്രം മുകളിലോട്ട് പോയി അവസാനം അവര് ബ്രഹ്മരന്ധ്രത്തിൽ കൂടി സുഷുമ്നാ നാഡി യുടെ സ്ഥാനമായ ഹൃദയത്തിൽ നിന്ന് ശിരസിന്റെ നേരെ കൊണ്ടുപോയി ബ്രഹ്മരന്ധ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി ആത്മാവ് പുറത്തു പോയാൽ, ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്ന ആത്മാവിന്
പിന്നെ ജനന മരണ രൂപമായ സംസാരത്തിൽ പ്രവേശിക്കേണ്ടതായി വരികയില്ല. അതായത് സർവോപാധികളിൽ നിന്ന് നിർമുക്തനായി ആനന്ദ സ്വരൂപനായി വസിക്കാം. ഉദരമുപാസതേ ഈർഷ്യവർമ്മസു കൂർപ്പദൃശ പരിസരബദ്ധതിം ഹൃദയം ആരുണയോദഹരം തത ഉദകാദനന്ദ തവ ധാമ ശിരപരമം പുനരിഹ യത് സമേത്യന പതന്തി കൃതാന്തമുഖേ. ശ്ലോകം 19. സുഹൃത വിചിത്ര യോനിഷു വിശന്നിവ ഹേതുതയാ തരതമത ചകാസ്യനലവത് സുഹൃദാനുകൃതി തവ വിദദാസ്വ അമുഷ്യാഭിദതം തവ ധാമസമം വിരജതിയോ അന്വയന്തി അഭിവിപണവ്യ ഏകരസം. സുഹൃത വിചിത്ര യോനിഷു വിശൻ ഇവ ഹേതുതയാ തരതമത ചകാസ്യ അനലവത് സുഹൃത അനുകൃതി തഥ വിദദാസു അമുഷ്യ അവിദധം തവ ധാമസമം വിരജധിയഃ അന്വയന്തി അഭിവിപണ്യവ ഏകരസം. ത്വം അങ്ങ് സ്വകൃത വിചിത്ര യോനിഷു തന്നാൽ ചെയ്യപ്പെട്ട വിചിത്ര യോനികളിൽ ഹേതുതയ കാരണം ഹേതുത്വമായി വിശൻ പ്രവേശിച്ചവനോ എന്ന് തോന്നത്തക്കവണ്ണം സ്ഥിതനായി സ്വകൃതാനുകൃതി സ്വകൃതങ്ങളെ അനുസരിക്കുന്നവനായിട്ട്, അതായത് എങ്ങനെ അനലവ തീയെ പോലെ. തീ എങ്ങനെയാണ്? ഒരു ചെറിയ വിറക് കഷ്ണമാണെങ്കിൽ അത് ചെറിയ ജ്വാല ഉണ്ടാകും. കുറേ എണ്ണം കൂട്ടിയിട്ടാലോ വലിയ ജ്വാല ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ കുറേ ഇങ്ങനെ വിറക് ചേർന്നിരിക്കുമ്പോൾ അതിന് നിറവ്യത്യാസവും ചിലതിന് കാണും. വളവ് തിരിവ് നിമിത്തം അടുക്കിയതിന്റെ വ്യത്യാസം കൊണ്ട് അതിൽ പ്രകാശിക്കുന്ന അഗ്നി ചുവന്നിട്ടും ചിലപ്പോൾ മഞ്ഞയായിട്ടും പച്ചയായിട്ടും വലുതായിട്ടും ചെറുതായിട്ടും ദീർഘമായിട്ടും ഹ്രസ്വമായിട്ടും വട്ടത്തിലൊക്കെ ആണെങ്കിൽ വട്ടത്തിലായിട്ട് കാണും. അപ്പൊ അങ്ങനെ പല വലുപ്പത്തിൽ അനേകവിധമായി തോന്നുന്നത് പോലെയാണ് ഭഗവാൻ എല്ലാ ദേഹത്തിലും പ്രവേശിക്കുന്നത്. ഒന്നുപോലെ അഗ്നി ഒന്ന് തന്നെയാണ്, അതുപോലെ ഭഗവാന്റെ ചൈതന്യവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓരോ യോനികൾ പ്രവേശിക്കുമ്പോൾ അതിനനുസരിച്ച് അവയുടെ ഗുണങ്ങൾക്കനുസരിച്ച് അവ പ്രകാശിക്കുന്നു. കാരണം ഹേതുവായിട്ട് പ്രവേശിച്ചവനോ എന്ന് തോന്നത്തക്കവണ്ണം സ്ഥിതനായിട്ട് സ്വകൃതാനുകൃതി സ്വകൃതങ്ങളെ അനുസരിക്കുന്നവനായിട്ട് അനലവത്തിയെ പോലെ തരതമത കുറഞ്ഞും അധികരിച്ചും ചകാസി ശോഭിക്കുന്നു. ഇവിടെ ചകാസി അനലവത് എന്നുണ്ട്. ചകാസി ശോഭിക്കുന്നു. അപ്പൊ തീ എങ്ങനെയാണോ പല വിധത്തിൽ ശോഭിക്കുന്നത്, അതുപോലെ ഓരോ യോനികളിൽ അല്ലെങ്കിൽ ഓരോന്നിലും ഓരോ മനുഷ്യരിലോ ജന്തുക്കളിലോ ആണെങ്കിൽ അവയുടെ ഗുണത്തിനനുസരിച്ച് അവ ശോഭിക്കുന്നു. അത് ഹേതുവായിട്ട് വിധതാസു അസത്യങ്ങളായിരിക്കുന്ന അമുഷു ഇവയിൽ അവിധതം സത്യമായി സമമായി ഏകരസമായിരിക്കുന്ന തവധാമ അങ്ങയുടെ സ്വരൂപത്തെ അഭിവിപണ്ണിക്കളായിരിക്കുന്ന, അതായത് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുന്നവരായ വിരജധീയ പണ്ഡിതന്മാർ അന്വേതി അറിയുന്നു. അപ്പൊ പണ്ഡിതന്മാർ അറിയുന്നു എല്ലാവരിലും ഇരിക്കുന്നത് ഒരേ ചൈതന്യമാണ്. അതായത് ആത്മജ്ഞാനികൾ, ആത്മാവിനെ അറിഞ്ഞവർക്ക് അറിയാം എല്ലാ പേരിലും ആത്മാവ് ഒരേപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ അതിന് പ്രകടനം പലതരത്തിലായിരിക്കും. ഈ അഗ്നിയെ പോലെയാണ്. അഗ്നി ചെറിയ വിറകില് കത്തുന്നത് ചെറിയ ശോഭയോടെ കുറേ ഇടുമ്പം കുറേ, പിന്നെ വട്ടത്തിലിട്ടാൽ അങ്ങനെ വട്ടത്തിൽ പല നിറത്തിൽ കത്തുന്നത് പോലെ എല്ലാവരിലും ഇരിക്കുന്ന ഒരേ ചൈതന്യം അവരുടെ ഗുണഘടന അനുസരിച്ച് പലതായി ശോഭിക്കുന്നു. ഇത് പണ്ഡിതന്മാർ അറിയുന്നു. സുഹൃത വിചിത്ര യോനിഷു വിശന്നിവ ഹേതുതയാ തരതമത ചകാസ്യനലവത് സുഹൃദാനുകൃതി അതവിദദാ സ്വാമമുഷ്യ അവിദതം തവ താമസമം വിരജതിയോ അന്വയന്തി അഭിവിപണ്യവ ഏകരസം. ശ്ലോകം 20.
സുഹൃതപരേഷു അമീഷു ബഹിരന്തര സംവരണം തവ പുരുഷം വദന്ത്യഖില ശക്തി ധൃതേ അംശകൃതം ഇതി നൃഗതിയും വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതേ അംഗ്രിം അഭവം ഭുവി വിശ്വസിത. സുഹൃത പരേഷു അമീഷു ബഹിരന്തര സംവരണം അമീഷു സ്വകൃതേ സ്വകൃത പരേഷു തന്നാൽ നിർമ്മിക്കപ്പെട്ട ഈ ദേഹങ്ങളിൽ അബഹിരന്തരസു അമീഷു അബഹിരന്തര സംവരണം പുറത്തും ഉള്ളിലും മറവോടുകൂടാത്ത. അപ്പോ ഈ ആത്മാവ് ബ്രഹ്മം ശോഭിക്കുന്നത് എല്ലാത്തിന്റെ ഉള്ളിലും പുറത്തുമാണ്. പുരുഷം ജീവാത്മാവിനെ അഖില ശക്തിധൃത സമസ്ത ശക്തി ധരിക്കുന്ന തവ അങ്ങയുടെ അംശകൃതം അംശമാക്കി ഉൽപ്പാദിപ്പിക്കപ്പെട്ടവൻ എന്ന് വദന്തി പറയുന്നു. അപ്പോ ഈ ജീവാത്മാക്കൾ ഓരോരുത്തരും ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ്. ഇത് ഇപ്രകാരം നെഗതി പുരുഷന്റെ തത്വത്തെ വിവിച്യ വേർതിരിച്ചിട്ട് ഭൂമിയിലുള്ള കവയക അറിവുള്ളവർ നിഗമാവപനം വേദോക്ത കർമ്മങ്ങളുടെ സമർപ്പണ സ്ഥാനമായി അഭവം സംസാര നിവൃത്തിയെ ഉണ്ടാക്കുന്ന ഭവതക അങ്ങയുടെ അംഗ്രിം പാദവത്തെ വിശ്വസിച്ചവരായി ഉപാസിക്കുന്നു. അപ്പോൾ എല്ലാം ഇവിടെ കാണുന്ന സർവചരാചരങ്ങളും ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ സർവചരാചരങ്ങളിലും കാര്യകാരണ വസ്തുക്കൾ കൊണ്ട് പുറത്തും ഉള്ളിലും മറവോടുകൂടാതെ ഇരിക്കുന്ന ജീവാത്മാവ് അഖില ശക്തികൾ ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ അംശം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഭക്തന്മാരുടെ സങ്കടത്തെ നശിപ്പിക്കുന്ന ഭഗവാന്റെ ചരണത്തെ പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നു? വിശ്വസിച്ച് സേവിച്ചു വരുന്നു. ഇപ്പോ പണ്ഡിതന്മാർ വേദോക്ത സകല കർമ്മങ്ങളും സമർപ്പിക്കാനുള്ള സ്ഥാനമായി ഭഗവാന്റെ പാദത്തെ, അതായത് എല്ലാം സർവം സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി. അപ്പോ അറിവുള്ളവർ എല്ലാം നാരായണനായിക്കൊണ്ട് സമർപ്പിച്ച് ഭഗവാനെ സേവിക്കുന്നു. പിന്നെ കുറെ പേർക്ക് സ്വരൂപത്തെ കാണാൻ സാധിക്കില്ല, കാരണം അത് മായ നിമിത്തമാണ്. ആ മായാവരണം നീങ്ങിയാൽ മാത്രമേ ആ സ്വന്തം സ്വരൂപത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് അറിവുള്ളവർ അല്ലെങ്കിൽ ജ്ഞാനികൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ മായ നീക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരേ ഒരു മാർഗമുള്ളൂ, ഭഗവാന്റെ പാദ ഭജനം. സുഹൃതപരേഷു അമീഷു അബഹിരന്തര സംവരണം തവ പുരുഷം വദന്ത്യഖില ശക്തി ധൃതോംശകൃതം ഇതേ നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതേ അംഗ്രിമഭവം ഭുവി വിശ്വസിതാഹ. ശ്ലോകം 21. ദുരവഗമ ആത്മതത്വ നിഗമായ തവ ആത്മതനോ ചരിതമഹാമൃതാബ്ദി പരിവർത്ത പരിശ്രമണ ന പരിലഷന്തി കേചിതവർഗമപീശ്വരത്തെ ചരണസരോജഹംസകുലസംഗ വിസൃഷ്ടഗൃഹാഹ. ദുരവഗമ ആത്മതത്വ നിഗമായ തവ ആത്മതനോ ചരിതമഹാമൃതാബ്ദി പരിവർത്ത പരിശ്രമണ ന പരിലഷന്തി കേചിത് അപവർഗം അപി ഈശ്വര. ഹേ ഈശ്വര, ദുരവഗമ ആത്മതത്വ നിഗമായ, ദുരവഗമ സമീപിക്കപ്പെടാൻ കഴിയാത്ത ആത്മതത്വം, തന്റെ തത്വത്തെ അറിവാനായിക്കൊണ്ട് ഭഗവാന്റെ തത്വത്തെ അറിയിക്കാനായിക്കൊണ്ട് ആത്മതനു സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ലീലാവിഗ്രഹത്തോടുകൂടിയ തവ അങ്ങയുടെ ചരിത മഹാ അമൃതാബ്ദി പരിവർത്തിത പരിശ്രമണ, ചരിതമാകുന്ന മഹത്താകുന്ന അമൃത സമുദ്രത്തിൽ ഇറങ്ങിയാൽ, അതായത് ഭഗവാൻ എന്തിനാണ് അവതാരമെടുത്തിരിക്കുന്നത്? പരിത്രാണായ സാധുന, തന്റെ തത്വത്തെ മറ്റുള്ളവരെ അറിയിക്കാനാണ്. അപ്പൊ അങ്ങനെ
ആ ഉള്ള ഭഗവാന്റെ ചരിതമാകുന്ന മഹത്തായ അമൃത സമുദ്രത്തിൽ ഇറങ്ങിയാൽ മറ്റുള്ള പരിശ്രമങ്ങളെ ഉപേക്ഷിച്ചവരായ കേചിത് ചിലർ തേ നിന്തിരുവടിയുടെ ചരണസരോജ ഹംസകുല സംഘ വിസൃഷ്ടഗൃഹ ചരണസരോജ പാദമാകുന്ന താമരയിൽ ഹംസങ്ങളെപ്പോലെ രമിക്കുന്നവരുടെ സംഘത്തോടുള്ള ചേർച്ചയാൽ ഉപേക്ഷിക്കപ്പെട്ട ഗൃഹാദികളോടുകൂടിയവരായി അപവർഗമതി മോക്ഷത്തെയും കൂടി ന പരിലക്ഷന്തി ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഹംസങ്ങൾ താമരയുടെ നാളങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ രസിച്ചിരിക്കുന്നത് പോലെ പരമഹംസന്മാർ ഭഗവാന്റെ തത്വം അറിഞ്ഞവർ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ കഥയാകുന്ന അമൃത സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കുന്നു. അപ്പൊ അതിലിറങ്ങുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? അവര് മറ്റു പരിശ്രമങ്ങളെല്ലാം ഉപേക്ഷിക്കും. അവരൊക്കെ അത് തന്നെ ആനന്ദം ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവർ മോക്ഷത്തെ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ദുരവഗമാത്മതത്വ നിഗമായ തവാത്തതനോ ചരിതമഹാമൃതാഭി പരിവർത്ത പരിശ്രമണ ന പരിലഷന്തി കേചിത് അപവർഗമഭീശ്വരത്തെ ചരണസരോജ ഹംസകുലസംഗ വിസൃഷ്ടഗൃഹാം. ശ്ലോകം 22. ത്വതനുപഥം കുലായമിതം ആത്മസുഹൃത് പ്രിയവ ചരതി തഥോന്മുഖേ ത്വയിഹിതേ പ്രിയ ആത്മനി ച നമതരമന്ധ്യഹോ അസതുപാസനയാത്മഹനോ യദ അനുശയാ ഭ്രമന്തി ഉരുഭയേ കുശരീര്യ ഹൃദാം ത്വത് അനുപദം കുലായം ഇതം ആത്മസുഹൃത് പ്രിയവത് ചരതി തഥോ ഉന്മുഖേ ത്വയിഹിതേ പ്രിയ ആത്മനി ച ന ബദ രമന്തി അഹോ അസതുപാസനയ ആത്മഹനഃ യദനുശയാ ഭ്രമന്തി ഉരുഭയേ കുശരീരി ഭൃത. ത്വത് അനുപഥ അങ്ങയെ സേവിക്കുന്ന ഇതം ഈ കുലായം ഈ ശരീരം ആത്മസുഹൃത് പ്രിയവർ ആത്മാവ് ബന്ധു ഇഷ്ടൻ ഇവരെ പോലെ ചരതി സഞ്ചരിക്കുന്നു. ഭഗവാനെ സേവിക്കാൻ ഉപയോഗിക്കത്തക്കതായ ഈ മനുഷ്യ ശരീരം ആത്മാവ് ബന്ധു ഇഷ്ടൻ ഇവരെ പോലെ സ്വാധീനമായി സിദ്ധിച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് നമ്മുടെ മഹാഭാഗ്യം കൊണ്ടാണ് എത്രയോ യോനികൾ ജനിച്ചതിന് ശേഷമാണ് ഒരു മനുഷ്യ ശരീരം കിട്ടുന്നത്. അത് മനുഷ്യ ശരീരം കിട്ടുന്നത് ദുർലഭമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നു. തഥാപി അപ്രകാരം ഇരിക്കുന്നുവെങ്കിലും ഉന്മുഖേ നേരിട്ട് വരുവാൻ ഉത്സാഹിക്കുന്നവനും ഹിതേ ഇഷ്ടത്തെ സാധിപ്പിക്കുന്നവനും പ്രിയത്തെ ഉണ്ടാക്കി തീർക്കുന്നവനും ആത്മനി ആത്മാവായിരിക്കുന്നവനുമായ ത്വയി അങ്ങയിൽ നരമന്തി രമിക്കുന്നില്ല. അപ്പൊ ഒരു നല്ല മനുഷ്യ ശരീരം കിട്ടിയിട്ടും ഭഗവാനിൽ രമിക്കുന്നില്ല, ഭഗവാനിൽ ശ്രദ്ധ അർപ്പിക്കുന്നില്ല, ഭഗവാനെ സേവിക്കുന്നില്ല. അപ്പൊ ഭഗവാൻ നമ്മുടെ എല്ലാ ഇഷ്ടത്തെ സാധിപ്പിക്കുന്നവനാണ്. നമ്രാണാം സന്നിധത്തെ സതതമവി പുരസ്തൈരൻ അനഭ്യർത്ഥിതാനവി. ആ ആശ്രയിക്കുന്നവർ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി. ഭഗവാൻ എല്ലാം നമുക്ക് തരുമെന്നാണ്, ചോദിക്കാതെ തന്നെ എല്ലാം തരും. അങ്ങനെയുള്ള ഭഗവാനെ ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ടും ചിലർ സേവിക്കുന്നില്ല. അഹോ ഗത കഷ്ടം. അസത് ഉപാസനയാ അസത്തായ ദേഹാദിയുടെ സേവ കൊണ്ട് ആത്മഹന ആത്മാവിനെ ഹനിക്കുന്നവരായി ഭവിക്കുന്നു. അതായത് ദേഹാദികളെ തന്നെ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്റെ ദേഹം പുഷ്ടിപ്പെടുത്താനാണ് ജീവിക്കുന്നത് എന്ന് പറയും. അപ്പൊ ദേഹത്തെ ആത്മാവെന്ന് വിചാരിക്കുന്നവരാണ്. യദനുശയ യാതൊന്നിൽ വാസനയോടുകൂടിയവർ കുശരീരി വ്രത കുത്സിതമായ ശരീരത്തെ ഭരിക്കുന്നവരായി ഉരുഭയെ മഹത്തായ ഭയത്തോടുകൂടി ഭ്രമന്തി സംസാരത്തിൽ കിടന്ന് ഭ്രമിക്കുന്നു. ഭഗവാന്റെ പാദസേവ ചെയ്യാത്തവർ സംസാരത്തിൽ കിടന്ന് പുനരഭിജനനം പുനരഭിമനനം മരണം പുനരഭിജനനേ ജഡരീ ശയനം ഇങ്ങനെ വീണ്ടും ജനിക്കുക മരിക്കുക എന്ന് അങ്ങനെയുള്ള സംസാര ചക്രത്തിൽ കിടന്ന് ഉഴലുന്നു.
അപ്പോൾ നല്ലൊരു മനുഷ്യ ശരീരം കിട്ടിയിട്ടും ഭഗവാനെ ഉപാസിക്കാത്തവർ ഭയത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. ഭഗവാന്റെ പാദമാണ് അഭയതമം. ശ്രീകൃഷ്ണ തത്പദോപാസനം അഭയതമം. ഭഗവാന്റെ പദത്തിനെ ഉപാസിക്കുന്നതാണ് അഭയതമം, ഭയം ഇല്ലാതാക്കുന്നതാണ്, നമുക്ക് അഭയം തരുന്നതാണ്. ത്വതനുപദം കുലായമിതമാത്മസുഹൃത്പ്രിയവത് ചരതി തതോന്മുഖേ ത്വയിഹിതേ പ്രിയാത്മനി ച നവതരമന്ധ്യഹോസതുപാസനയ ആത്മഹനോ യദനുഷയാ ഭ്രമന്തി ഉരുഭയേ കുശരീരീഭൃതാം. ശ്ലോകം 23. നിഭൃതമരുത്മനോ അക്ഷ ദൃഢയോഗയുജോ ഹൃദിയൻ. ശ്ലോകം 23. നിഭൃതമരുത്മനോ അക്ഷദൃഢയോഗയുജോ ഹൃദിയൻ മുനയ ഉപാസതേ തതരയോപി യയുസ്മരണാ സ്ത്രിയ ഉരകേന്ദ്ര ഭോഗഭുജദണ്ഡ വിഷക്തധിയോ വയമഭിതേ സമദൃശോ അംഘ്രിസരോജസുധാ. നിഭൃത മരുത്മനോ അക്ഷ ദൃഢ യോഗ യുജഃ. നിഭൃത മരുത്മനോ നന്നായി അടയ്ക്കപ്പെട്ട പ്രാണങ്ങളോടും മനസ്സോടും ഇന്ദ്രിയങ്ങളോടും അക്ഷ ഇന്ദ്രിയങ്ങളോട് കൂടിയവരും ദൃഢയോഗയുജ ഉറപ്പോടുകൂടിയ യോഗത്തോടു കൂടിയവരുമായ മുനിമാർ ഹൃദയത്തിങ്കൽ യാതൊന്നിനെ ഉപാസിക്കുന്നു. അതായത് പ്രാണായാമം ചെയ്യുന്ന ആ യോഗികൾ പ്രാണനെ മനസ്സിനെ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കിയിട്ട് ആ യോഗികൾ എന്ത് ചെയ്യുന്നു? ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. അതിനെ അരയകാപി ശത്രുക്കളും സ്മരണം ഹേതുവായിട്ട് യയു പ്രാപിച്ചു. അപ്പൊ അങ്ങനെ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നവർ ശത്രുക്കളായാലും ഭഗവാനെ പ്രാപിക്കും. അതായത് ശിശുപാലൻ, കംസൻ തുടങ്ങിയവർ, അവർക്ക് ഭഗവാന് ശത്രുതാഭാവമാണ്. പക്ഷെ അവർ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാന്റെ ചിന്ത തന്നെ, ഭഗവാനെ കൊല്ലണം, ഭഗവാൻ എന്നുള്ള ചിന്ത തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അവര് ഭഗവാനിൽ തന്നെ പ്രാപിക്കും. ഉരകേന്ദ്ര ഭോഗ ഭുജദണ്ഡ വിഷക്തധിയ. സർപ്പശ്രേഷ്ഠന്റെ ശരീരം പോലെ ഇരിക്കുന്ന ദണ്ഡാകാരങ്ങളായ കൈകളിൽ പറ്റിയ ബുദ്ധിയോടുകൂടിയ സ്ത്രീകളും, അതായത് ഭഗവാന്റെ ആലിംഗനം കിട്ടിയ സ്ത്രീകൾ, അതാരാണ്? ഗോപസ്ത്രീകളും. അപ്പൊ ആ ഗോപസ്ത്രീകളും ഭഗവാനെ പ്രാപിച്ചു. അവരും എപ്പോഴും ആ ഭഗവാന്റെ ചിന്തയെ അവർക്കുള്ളൂ. പിന്നെയോ സമങ്ങളായ ദൃഷ്ടിയോടുകൂടിയവരും അംഘ്രിസരോജസുത, അംഘ്രിസരോജസുതയെ പാനം ചെയ്യുന്നവരുമായ വയമഭി നമ്മളും. അപ്പൊ സമദൃഷ്ടിയോടുകൂടിയവരും അതുപോലെ ഭഗവാന്റെ സരോജസുതയെ പാനം ചെയ്യുന്ന ഞങ്ങളും നിന്തുരുവടിക്ക് തുല്യന്മാരാകുന്നു. അപ്പൊ ഇത് പറയുന്ന ആരാണ്? വേദങ്ങളാണ്. വേദങ്ങൾ പറയുകയാണ്, ഞങ്ങളും അങ്ങയുടെ അംഘ്രി സരോജസുതയെ പാനം ചെയ്യുന്നവരാണ്, ഞങ്ങളും അങ്ങയ്ക്ക് തുല്യന്മാരാകുന്നു. അപ്പൊ ഭഗവാനെ പ്രാപിക്കാൻ ഏത് രീതിയിലായാലും, ദേഷ്യഭാവത്തിലോ സ്നേഹഭാവത്തിലോ അല്ലെങ്കിൽ കാമഭാവത്തിലോ അല്ലെങ്കിൽ സൗഹൃദത്തിലോ ഏതായാലും ഭഗവാനെ ധ്യാനിച്ചാൽ, ഭഗവാന്റെ പാദചിന്ത ഉണ്ടായാൽ ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കും. ഏത് വിധത്തിൽ സ്മരിച്ചാലും ഫലം ഒന്ന് തന്നെയെങ്കിലും പ്രേമപൂർവ്വം സ്മരിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ എന്നാണ് വേദങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് ദേഷ്യഭാവത്തിൽ വേണ്ട, പ്രേമഭാവത്തിൽ നമ്മൾ അങ്ങയെ നിജഭക്തി, പ്രേമഭക്തി, ഭക്തിഭാവത്തിൽ അങ്ങയെ സ്മരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ്. നിഭൃതമരുത്മനോ അക്ഷദൃഢയോഗയുജോ ഹൃദിയൻ മുനയ ഉപാസതേയതരയോപിയയുസ്മരണാത് സ്ത്രീയോരകേന്ദ്ര ഭോഗ ഭുജദണ്ഡ വിഷക്തധിയോ വയമഭിതേ സമദൃശോ അംഘ്രിസരോജസുധാ. 24. കൈഹനഹുവേദ ബദാവരജ ജന്മലയോഗ്രസരം യത ഉദകാതിർഷിർ അനുദേവഗണാ ഉഭയേ തർഹിന സത്ന ചാസതുഭയം ന ച കാലജവാ കിമപി ന തത്ര ശാസ്ത്രം അവകൃഷ്യ ശയീതയതാ. കഹ ഇഹ നുവേദ ബദ അപരജ ജന്മലയ അഗ്രസരം. ഇഹ ഈ ലോകത്തിൽ അഗ്രസരം മുമ്പിലുണ്ടായ ത്വം അങ്ങയെ അപരജന്മലയ പിന്നെയുണ്ടായ
ജന്മത്തോടും മരണത്തോടും കൂടിയവരായ കഹനു ഏതൊരുത്തൻ വേദാറിയുന്നു. അപ്പൊ അങ്ങ് പണ്ടേ ഉണ്ടായിരുന്നവനാണ്, ഇപ്പോഴും ഉണ്ട്, പിന്നെ അവസാനം അവശേഷിക്കുന്ന അങ്ങ് തന്നെ. അപ്പൊ പിന്നെ ഉണ്ടാകുന്നവർ പണ്ടുണ്ടായ അങ്ങയെ എങ്ങനെ അറിയും എന്ന് ചോദിക്കുകയാണ്. വേദ ആശ്ചര്യം. യഥാ യാതൊന്നിൽ നിന്ന് ഋഷി ബ്രഹ്മാവും ഉദകാത് ഉദ്ഗമിച്ചു. ഭഗവാനിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മാവ് ഉത്ഭവിച്ചത്. ഭഗവാന്റെ നാഭിയിലെ താമരയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉത്ഭവിച്ചത്. അയംനു യാതൊരുവനെ അനുസരിച്ചിട്ട് ഉഭയേ ദേവഗണ, രണ്ടുവിധമായ ദേവസമൂഹങ്ങൾ ഉത്ഭവിച്ചു. അപ്പൊ ദേവന്മാര് പിന്നെ ഉണ്ടായി. ബ്രഹ്മാദികൾക്കും ഭഗവാനെ അറിയാൻ കഴിഞ്ഞില്ല. പിന്നെ അതുപോലെ സകലത്തെയും സംഭരിച്ച് എതിർച്ചയാ തുടങ്ങിയ സൃഷ്ടിലീലകളാൽ വിരമിച്ച് സകലത്തെയും തങ്കലടക്കി യോഗനിദ്രയോടെ വർത്തിക്കുന്ന സ്ഥൂല ശരീരമായ ആകാശാദിഭൂതങ്ങൾ. അപ്പൊ ദേവന്മാര് ഉത്ഭവിച്ചു, അതുപോലെ ബ്രഹ്മാവ് ഉത്ഭവിച്ചു. പിന്നെ എപ്പോൾ ഭവാൻ നിന്തിരുവടി അവകൃഷ്യ ആകർഷിച്ചിട്ട് ശയിക്കും. അപ്പൊ എല്ലാ ചരാചരങ്ങളും ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഭഗവാൻ എന്ത് ചെയ്യും? എല്ലാം സ്ഥിതിയിൽ വന്നിട്ട് എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞ് സ്ഥിതി പിന്നെ അവസാനം സംഹരിക്കുന്നതും ഭഗവാൻ തന്നെ. സംഹരിച്ച് എല്ലാത്തിനെയും ആകർഷിച്ചിട്ട് ശയിക്കും. തത്ര അപ്പോൾ സത്തും ഭവിക്കുന്നില്ല. അപ്പോൾ പിന്നെ സത്തായതും അസത്തായതും ഒന്നുമില്ല. അസത്തും ഭവിക്കുന്നില്ല. നച്ച ഉപയോഗം ഒന്നും ഭവിക്കുന്നില്ല. സത്തായതോ അസത്തായതോ കാലജവ കാലവും ഭവിക്കുന്നില്ല. ന ശാസ്ത്രവും ഭവിക്കുന്നില്ല. ന കാലകർമ്മ ജീവനിവകോ വിശ്വഞ്ച കാര്യം വിഭോ എന്ന് ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറയും അല്ലേ. അപ്പോൾ കാലവുമില്ല, രാത്രിയില്ല, പകലില്ല, ഒന്നുമില്ല, സത്തുമില്ല, അസത്തും ഒന്നുമില്ല. ശാസ്ത്രവും ഒന്നുമില്ല. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ മുമ്പിലുണ്ടായിരുന്ന ഭഗവാനെ ആർക്കും അറിയാൻ കഴിയുകയില്ല. പിന്നെ ഉണ്ടായവർക്ക് അറിയാൻ കഴിയുമോ? ഇല്ല. അപ്പൊ ഭഗവാൻ എല്ലാം സൃഷ്ടിച്ചിട്ട് അവസാനം ഭഗവാനിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാനിൽ ലയിക്കുമ്പോൾ, പ്രളയം വരുമ്പോൾ എല്ലാം കാലം, കർമ്മം, ജീവരാശികളെല്ലാം ഭഗവാനിന്റെ ഉള്ളിലായിരിക്കും. പിന്നെ ആര് മാത്രമേ അവശേഷിക്കുകയുള്ളൂ? ഭഗവാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കൈകനുവേദപദാപരജ ജന്മലയോഗ്രസരം യ ഉദകാദൃശിർയം അനുദേവഗണ ഉഭയേ തർഹിന സജ്ഞ ചാസതുഭയം ന ച കാലജവ കിമപി ന തത്ര ശാസ്ത്രം അവകൃഷ്യ ശൈതയതാം. ശ്ലോകം 25. ജനിമസത തതോ മൃതിം ഉദാത്മനി യേ ചഭിതാം വിപണമിർദം സ്മരന്തി ഉപശന്തി ആരൂപിതൈ ത്രിഗുണമയ പുമാനിധിവിധ യദബോധ കൃത ത്വയിന തതപരത്ര സഭവേദ് അവബോധരസേ. ജനിം അസതഃ സതഃ മൃതിം ഉദ ആത്മനി ഏച്ച ഭിതാം. അസതഃ അസത്തിന്റെ ജനിം ഉൽപ്പത്തിയോ, സതഃ സത്തിന്റെ മൃതിം നാശത്തെയോ, ഏച്ച ചിലർ ആത്മനി ആത്മാവിങ്കൽ ഭിതാം ഭേദത്തെയും, വിപണം കർമ്മ ഫല വ്യാപാരത്തെ, ഋതം ച സത്യമെന്നും സ്മരിക്കുന്നു. തേ അവർ ആരൂപതൈഹി ആരോപണങ്ങൾ അല്ലെങ്കിൽ ഭ്രമങ്ങൾ ഹേതുവായിട്ട് ഉപദേശിക്കുന്നു. ത്രിഗുണങ്ങൾ പ്രധാനമായിട്ടുള്ളവനാകുന്നു. പുമാൻ പുരുഷൻ, ഇതിഭിതാം എന്ന ഹേതുവായിട്ടുള്ള ഭേദം, ത്വയി അങ്ങയിൽ, അബോധകൃത അജ്ഞാനത്താൽ ഉണ്ടാക്കപ്പെട്ടതാണ്. തതഹ അതിൽ നിന്ന് പരത്ര പരനായി അവബോധരസേ ജ്ഞാനഘനമായിരിക്കുന്ന വസ്തുവിൽ സഹ അത് ന ഭവേത് ഭവിക്കുന്നില്ല. അപ്പൊ അസത്തായിരിക്കുന്ന ജഗത് കാരണവശാൽ ഉത്ഭവിക്കുന്നു. അപ്പൊ അസത്ത് എന്ന ജഗത്ത് ഏതിൽ നിന്ന്? ബ്രഹ്മത്തിൽ നിന്നാണ് ജഗത്ത് ഉണ്ടാകുന്നത്. സത്തായിരിക്കുന്ന ഏകവിംശതി ദുഃഖത്തിന്റെ നാശവുമാകുന്നു. അതായത് ജ്ഞാനം വളരെ പ്രയാസപ്പെട്ടേ സിദ്ധിക്കുകയുള്ളൂ. ഭക്തി കൊണ്ട് ഭഗവത് തത്വം അറിയുന്നതല്ലാതെ
ജ്ഞാനം കൊണ്ട് അത് സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനത്തെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ച ആചാര്യന്മാർ തന്നെ ഭ്രാന്തിയിൽ നിന്ന് മുക്തരല്ല. അവരിൽ ബഹുവിധ ഭ്രമം കാണുന്നതിനാൽ അവരുടെ ശിഷ്യന്മാരും ഭ്രമമുക്തരായി ഭവിക്കാൻ സംഗതിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭക്തി തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഭഗവാനിൽ ഭക്തി ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ എത്രത്തോളം ജ്ഞാനം ഇങ്ങനെ കിട്ടി പോയാലും ഭഗവാന്റെ തത്വം അറിയാൻ സാധിക്കുകയില്ല. ഭക്തി കൂടുമ്പോൾ അന്ധകരണ ശക്തി ഉണ്ടാവുകയും അന്ധകരണത്തിൽ ജ്ഞാനം താനെ ഉദിക്കുകയും ചെയ്യുന്നു. അതാണ് ബ്രഹ്മാവ് തപസ് ചെയ്യാൻ തപ എന്ന് പറഞ്ഞല്ലോ. ബ്രഹ്മാവ് സൃഷ്ടിക്ക് ആരംഭിച്ചപ്പോൾ സൃഷ്ടിക്കുള്ള ജ്ഞാനം ബ്രഹ്മാവിനുണ്ടായില്ല. അപ്പൊ ബ്രഹ്മാവ് ഭഗവാനെ ധ്യാനിച്ചു. അപ്പൊ ഭഗവാൻ എന്തോന്നാണ്? തപ. അപ്പൊ ഭഗവാനെ ഏകാഗ്രമായി ചിന്തിച്ചപ്പോൾ ബ്രഹ്മാവിന്റെ മനസ്സിൽ ജ്ഞാനം താനേ ഉണ്ടായി. അപ്പോൾ 1000 വർഷം തപസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആ അന്ധകരണത്തിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങി ആ ശുദ്ധമായ ജ്ഞാനം അന്ധകരണത്തിൽ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭഗവാന്റെ ഭക്തി തന്നെ വേണം. അല്ലാതെ ജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഭ്രമങ്ങൾ ഹേതുവായിട്ട് വീണ്ടും ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് വേണ്ടത്? ഭഗവൻ ഭക്തിയാണ് വേണ്ടത്. ജനിമസദസദോ മൃതിമുദാത്മനിയേ ചപിതാം വിപണം ഇർദം സ്മരന്തി ഉപദിശന്തി ച ആരൂപിതൈ ത്രിഗുണമയ പുമാനിധി വിദായത ബോധകൃത ത്വയിന തത പരത്ര ന സഭവേത് അവബോധരസേ. ശ്ലോകം 26. സദിവ മനസ്ത്രിതിവത്വയി വിഭാത്യ അസത് ആമനുജാ സതഭം വൃശന്ധ്യശേഷം ഇത ആത്മതയാത്മവിദാ നഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മതയാ സുഹൃതം അനുപ്രവിഷ്ടം ഇദം ആത്മതയാവസിതം. സദിവ മനഃ ത്രിവിത് ത്വയി വിഭാതി അസത് ആമനുജാത്. മനസ്സായി ത്രിവിത് 3 ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ഈ ലോകം അസത്തായി ഭവിക്കുന്നു. അപ്പൊ 3 ഗുണങ്ങളോടുകൂടിയ ലോകം എന്ന് പറയുന്ന അസത്താണ്. ലോകം എന്ന് പറഞ്ഞ ജഗത്ത് എന്ന് പറഞ്ഞ ജഡമാണ്. തൊയ് നിന്തിരുവടിയിൽ ആ മനുഷ്യൻ ഉൾപ്പെടെയുള്ളവർ സത്തെന്ന പോലെ വിഭാതി ശോഭിക്കുന്നു. അപ്പൊ മനസ്സിന്റെ സ്വതസിദ്ധമായ ഗുണമായ സങ്കല്പത്തിന്റെ സാമർഥ്യം നിമിത്തം നാനാവിധത്തിൽ പ്രകാശിച്ചു കാണുന്ന ഈ പ്രപഞ്ചം സത്തായി ഭവിക്കുന്നില്ല. സദ്രൂപനായിരിക്കുന്ന ഭഗവാനാകുന്ന അധിഷ്ഠാനത്തിൽ സത്തെന്ന പോലെ പ്രകാശിക്കുന്നു. അപ്പൊ ഇത് ശരിക്ക് ഇത് മിഥ്യയാണ്, ജഗത് മിഥ്യയാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ. പക്ഷെ ഭഗവാനിൽ ഇത് സത്തായിട്ട് നമുക്ക് തോന്നുന്നു, സത്തെന്ന പോലെ ശോഭിക്കുന്നു. ശരിക്ക് ഇത് ജഡമാണ്. ആത്മജ്ഞാനികൾ അശേഷം ഒട്ടൊഴിയാതെയുള്ള ഇതിനെ ആത്മതാ ഹേതുവായിട്ട് സത്തെന്ന് അഭിമൃശന്തി വിചാരിക്കുന്നു. അപ്പൊ ഈ ലോകത്തെ സത്താണെന്ന് വിചാരിക്കുന്നു. ശരിക്കിത് അസത്താണ്. കനകസ്യ സ്വർണത്തിന്റെ വികൃതി വികാരത്തെ തദ്രൂപഹേതുവായിട്ട് ന ത്യജന്തി ഉപേക്ഷിക്കുന്നില്ല. അപ്പോ സ്വർണം പല ആഭരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം അതിലുള്ളതെല്ലാം സ്വർണം തന്നെയാണ്. അത് പലതായി ശോഭിക്കുന്നു. കമ്മലായിട്ടും മാലയായിട്ടും മോതിരമായിട്ടും വളയായിട്ടും എല്ലാം ശോഭിക്കുന്നു. പക്ഷേ അതായിട്ട് ശോഭിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അതെന്താണ്? സ്വർണം തന്നെയാണ്. അതുപോലെ ഈ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ ജഗത്തും എല്ലാം അതാതായിട്ട് സത്തായിട്ട് ശോഭിക്കുന്നു എന്ന് തോന്നുന്നെങ്കിലും യഥാർത്ഥത്തിൽ അത് സത്തല്ല. അത് ഏതിൽ നിന്നുണ്ടായതാണ്? ആ ബ്രഹ്മം, സത്ത് വസ്തുവായ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണ്. സ്വകൃതം തന്നാൽ നിർമ്മിക്കപ്പെട്ട ഇതും അനുപ്രവേശിക്കപ്പെട്ടതും ആത്മാവായിട്ട് അവസ്ഥിതം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അധിഷ്ഠാനം സത്തായതുകൊണ്ട് പ്രപഞ്ചവും സത്തെന്ന പോലെ നമുക്ക് തോന്നുന്നതാണ്. പുരുഷൻ സത്തെന്ന് തോന്നുന്നതിനും അധിഷ്ഠാന സത്തെന്ന്
തന്നെ എന്നുള്ള കാരണവും ആത്മസ്വരൂപത്തെ അറിഞ്ഞവർ ഭോക്താവ് ഭോഗ്യം എന്ന ഭാവത്തിൽ വിളങ്ങുന്ന ഈ വിശ്വം ആത്മസ്വരൂപം എന്നുള്ള സംഗതിയായി സത്തെന്ന് അറിയുന്നു. ആത്മാവല്ലാതെ അന്യപദാർത്ഥം പരമാർത്ഥമായിട്ട് ഇല്ലാത്തതിനാൽ ഈ ജഗത്തെന്ന് പറയുന്നതും സത്വസ്തു അല്ല. ഇത് ഈ സ്വർണം പോലെ സ്വർണ്ണ ആഭരണങ്ങൾ പലതും യഥാർത്ഥത്തിൽ എന്താണ്? സ്വർണമാണ്. അപ്പൊ അത് ഓരോ പേരിൽ വിളിക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ വിളിക്കുന്ന വേറെ പേരുകളാണ്. വളയെന്നും മാലയെന്നും ഒക്കെ വിളിക്കുന്നു. അപ്പൊ ഇതെല്ലാം ആകൃതിയെ ധരിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു? അത് സ്വർണം തന്നെയായി ഇരിക്കുന്നു. അപ്പോ അതിനാൽ സ്വർണത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ ആ കടകാദികളെ ഉപേക്ഷിക്കുന്നില്ല, ആഭരണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. കാരണം അതില് സ്വർണം തന്നെയുണ്ട്. സ്വർണം എന്ന ഉറപ്പോടെ വില കൊടുത്ത് വാങ്ങും. അതുപോലെ ആത്മകാര്യമായ വിശ്വം എപ്പോഴും ആത്മസ്വരൂപമായിരിക്കാൻ ആത്മാവിനെ ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിശ്വത്തെയും ഉപേക്ഷിക്കുന്നില്ല, ആത്മത്വേന അത് സ്വീകരിക്കുന്നു. ഇത് ഹേതുവായിട്ട് ആത്മകാര്യമായ സകല പ്രപഞ്ചവും അതിനെ അനുപ്രവേശിച്ചിരിക്കുന്ന പുരുഷനായ ജീവനും ആത്മാവ് തന്നെ എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ് എല്ലാവരും. അപ്പോ ഭഗവാന്റെ അധിഷ്ഠാനത്തിലാണ് ജഗത്ത് ശോഭിക്കുന്നത്. ഭഗവാൻ ഇല്ലെങ്കിലോ ജഗത്തുമില്ല. സ്വർണമില്ലെങ്കിൽ ആഭരണം ഉണ്ടോ? ഇല്ല. അതുപോലെ ബ്രഹ്മമില്ലെങ്കിൽ ആ ജഗത്തും ഇല്ല. ഈ ലോകം ഈശ്വര സ്വരൂപം എന്ന ഉറപ്പോടുകൂടി സകല ചരാചരങ്ങളെയും പ്രേമിക്കുന്നതാണ് ഭക്തിയുടെ പരിശുദ്ധ രൂപം. അപ്പൊ ആ സ്വർണത്തിലുള്ള ആഭരണങ്ങൾ അത് സ്വർണം തന്നെയാണ്. അതുപോലെ ഇതെല്ലാം ഇവിടെ ഉണ്ടാകുന്ന സർവചരാചരങ്ങളും ആ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള രീതിയിൽ അവയെ ആരാധിക്കണം. സദിവ മനസ്ത്രിവൃത്തൊയ് വിഭാത്യ സത് ആ മനുജാ സതപമൃശന്തി അശേഷമിതമാത്മതയാത്മവിദ നഹി വികൃതിം തജന്തി കനകസ്യ തഥാത്മതയാ സ്വഹൃതമനുപ്രവിഷ്ടം ഇതമാത്മതയാവസിതം. ശ്ലോകം 27. തവ പരിയേ ചരന്തി അഖില സത്വനികേതയാ തൗദപദാക്രമന്ത്യ അവിഗണയ്യ ശിരോ നിര്ഹൃദേ പരിവയസേ പശൂനിവ ഗിരാ വിബുധാനഭിത്വാം സ്വൈകൃത സൗഹൃദാ ഖലു പുനന്തി നയേ വിമുഖാം. യേ തവ പരി യേ ചരന്തി അഖില സത്വ നികേതയാ. ചിലർ അഖില സത്വ നികേതയ സകല ഭൂതങ്ങളിലും വസിക്കാനാവൂ എന്നുള്ള അവസ്ഥയോടുകൂടി തവ അങ്ങയെ പരിചരന്തി ഉപാസിക്കുന്നുവോ അവർ ഈ കാരണത്താൽ അവിഗണയ്യ ഗണിക്കാതെ കണ്ട് നിര്ഹൃദേ മൃത്യുവിന്റെ നിര്ഹൃദേ എന്ന് പറഞ്ഞാൽ മൃത്യു, നിർഹൃദേ മൃത്യുവിന്റെ ശിരസിനെ കാൽ കൊണ്ട് ആക്രമന്തി ചവിട്ടി മെതിക്കുന്നു. അതായത് സർവഭൂതങ്ങളും ഭഗവാനിൽ വസിക്കുന്നു എന്ന അറിവോടുകൂടി ഭഗവാനെ സേവിക്കുന്നവർ ആ ഉപാസനയുടെ മാഹാത്മ്യം ഹേതുവായിട്ട് സംസാരത്തെ ഒട്ടും പോലും വിലവയ്ക്കാതെ പ്രയാസം കൂടാതെ എല്ലാറ്റിനെയും തള്ളി ഭഗവാനോടുകൂടി കൂട്ടിച്ചേരുന്നു. അങ്ങനെ ഇപ്രകാരം ഉപാസിക്കാത്തവരാ വിദ്വാൻമാരായിരുന്നാലും അവരെ ഭഗവാൻ പശുക്കളെ മൂക്ക് കയറിട്ട് തുളച്ച് ബന്ധിക്കുന്നത് പോലെ വിധിനിഷേധ രൂപമായ വാക്കുകൾ കൊണ്ട് ബന്ധിക്കുന്നു. അതാണ് യാതൊരു തൻ വിമുഖമായി ഭവിക്കുന്നുവോ താൻ അവരെ വിബുധാനവി വിദ്വാൻമാരെങ്കിലും പശുവിനിവ മൃഗങ്ങളെന്ന പോലെ ഗിരാ വാക്കുകൊണ്ട് ത്വം അങ്ങ് പരിവർസതേ പരിവയസേ ബന്ധിക്കുന്നു. തൊയ് അങ്ങയിൽ കൃതസൗഹൃദ വെക്കപ്പെട്ട പ്രേമത്തോടുകൂടിയവർ തന്നെ പുനന്തി പരിശുദ്ധരാകുന്നു. യാതൊരുത്തൻ വിമുഖന്മാരോ തേ അവർ ന പുനന്തി ശുദ്ധന്മാർ ആകുന്നില്ല.
അപ്പോൾ ഭഗവാനെ സേവിക്കുന്നവർ എന്ത് ചെയ്യുന്നു? ഭഗവാനിൽ തന്നെ ലയിക്കുന്നു. അല്ലാത്തവരെയോ ഭഗവാൻ പശുക്കളെ മൂക്ക് കയറിട്ട് വലിക്കുന്ന പോലെ ഭഗവാൻ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭക്തിഹീനന്മാർക്ക് ഒരിക്കലും ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. തപപരിയേ ചരന്തി അഖില സത്വനികേതയാ തൗതപദാക്രമന്തി അഭിഗണയ്യ ശിരോ നിരുതേ പരിവയസേ പശൂനിവ ഗിരാ വിഭുദാനഭിത്വാം ത്വയി കൃത സൗഹൃദ കലു പുനന്തി നയേ വിമുഖാം. ഇവിടെ നിർത്താം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.